ലേണേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 5 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദ മീനിങ് ആൻഡ് നീഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് BRS ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ എന്തിന് നമ്മൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പഠിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്, പ്രിപ്പയർ ബാങ്കിങ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, അസർടൈൻ ദ കറക്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പം ഇതിൽ മൊത്തത്തിൽ ഒട്ടാകെ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി കമ്പാരിസൺ ആണ്, കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതോ രണ്ട് കാര്യങ്ങളെ വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളെയും അതേപോലെ നമ്മുടെ ഒരു നെയ്ബറിൽ നമ്മുടെ പഠിക്കുന്ന ഒരു കൊച്ചുണ്ടെങ്കിൽ അവനെ വെച്ചായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ, നമുക്ക് അവനെ കണ്ടുപിടിക്കുക എന്ന്. അപ്പം ഈ കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലും നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിലും ചെയ്യാൻ പോകുന്നത് ഇതുപോലെ രണ്ട് കമ്പാരിസൺ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ്, നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള ബാലൻസും പിന്നെ അതേപോലെ നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ ബാങ്ക് ബുക്കിലുള്ള ബാലൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി അതായിരിക്കും ഇതുപോലെ ഈ കമ്പാരിസൺ ആവശ്യം വരുന്നത് എന്തായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. ബിക്കോസ് ക്യാഷ് ബുക്കിലാണെങ്കിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ റെന്റ് പേ ചെയ്തു, അത് റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ സാലറി പേ ചെയ്തു, അത് റെക്കോർഡ് ചെയ്തു. അപ്പം നമുക്കറിയാവുന്ന എക്സ്പെൻസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ബാലൻസ് നമ്മുടെ കയ്യിൽ കിട്ടും. അതായത് ഇപ്പോൾ ഒരു വർഷം അവസാനം അല്ലെങ്കിൽ മന്തിന്റെ എൻഡിൽ നമുക്ക് ഒരു 50,000 റുപ്പീസ് കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള എല്ലാ എക്സ്പെൻസസും ഡിഡക്ട് ചെയ്തിട്ടുള്ള ബാലൻസ്. ഇനി അതേപോലെ നമുക്ക് ബാങ്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിൽ ചിലപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒന്നും അറിവുണ്ടാവുന്നില്ല അല്ലെ. നമ്മൾ റെന്റ് പേ ചെയ്തത് ക്യാഷിലാണെങ്കിൽ അത് ബാങ്ക് ബുക്കിൽ വരുമോ ഇല്ല. സാലറി നമ്മൾ പേ ചെയ്തത് ബൈ ക്യാഷ് ആണെങ്കിൽ അത് ബാങ്ക് ബുക്കിൽ വരുമോ ഇല്ല. അതേ സ്ഥാനത്ത് നമ്മൾ സാലറി പേ ചെയ്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൂഗിൾ പേ അക്കൗണ്ടും പിന്നെ അതേപോലെ പേടിഎം വഴിയോ അല്ലെങ്കിൽ ചെക്ക് വഴിയോ ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ബാങ്കിൽ റിഫ്ലക്ട് ചെയ്യും. അല്ലാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മുടെ ബാങ്ക് ബുക്കിൽ കാണിക്കുകയില്ല. അപ്പം പിന്നെ അതേപോലെ തന്നെ ബാങ്കിന്റെ സൈഡിൽ നിന്ന് ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ്, അതേപോലെ ഓവർ ഡ്രാഫ്റ്റിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ബാങ്കുകാർക്ക് അറിയാൻ പറ്റുള്ളൂ അവർ എപ്പോൾ ചാർജ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ല, അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിക്കുകയില്ല. നമ്മൾ മാസത്തിന്റെ അവസാനം നമ്മുടെ അക്കൗണ്ടന്റിനെ വിട്ട് നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്ക് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം ചില സാഹചര്യങ്ങൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ ഒരു ബാലൻസ് നമ്മൾ ഓൾറെഡി എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ബാങ്ക് ബുക്കിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പം ചില ട്രാൻസാക്ഷൻസിൽ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ 50,000 കാണിക്കുന്നെങ്കിൽ ബാങ്ക് ബുക്കിൽ ഒരു 52,000 എന്ന് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, ഈക്വൽ ആണോ അല്ല. ഈ ഡിഫറൻസിന്റെ കാരണം എന്താണ്, ഇവിടെ ഒരു 2,000 റുപ്പീസിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ ഡിഫറൻസ് എന്താവാം, ചിലപ്പോൾ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിന് മേളിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേയ്മെന്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാങ്ക് ബാലൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, വേരി ചെയ്യും എന്ന് പറയാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമ്മൾ ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വഴി കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഈ പറയുന്ന ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും ഈക്വൽ ആക്കാം അല്ലെങ്കിൽ അത് ടാലി ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വഴി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നീഡ് ഫോർ റീകൺസിലിയേഷൻ, ഇതിനെ റീകൺസൈൽ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഇതിനെ എന്താണ്, എവിടെയാണ് മാറ്റം വന്നിരിക്കുന്നത്, ക്യാഷ് ബുക്കിലാണോ കുറവ്, ബാങ്ക് ബുക്കിലാണോ കുറവ്, ഇനി എങ്ങനെ നമുക്ക് അതിനെ പരിഹരിക്കാം, അങ്ങനെയൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇനി അത് എന്തിനാ ചെയ്യുന്നത്, ബിക്കോസ് അൺനെസസറി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മുടെ കമ്പനി അറിയാണ്ട് പോകുന്ന ട്രാൻസാക്ഷൻസ് വരാൻ പാടില്ല. ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും ടാലി ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ നമ്മുടെ ഫിഗർ 5.2 കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമുക്ക് തുടങ്ങുന്നത് ബാലൻസസ് ആസ് പെർ ക്യാഷ് ബുക്ക്. നമുക്ക് രണ്ട് രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ക്യാഷ് ബുക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാഷ് ബുക്കിൽ സ്റ്റാർട്ട് ബുക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അതിന്റെ ഒപ്പം ചിലപ്പം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് കാണും, ഇനി അതിൽ നിന്ന് കുറച്ച് റിഡ്യൂസ് ചെയ്യേണ്ട ഐറ്റംസ് കാണും. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുമ്പോൾ ബാലൻസ് ആസ് പെർ ബാങ്ക് ബുക്ക് ആയിരിക്കും. ബാങ്കിന്റെ പാസ്ബുക്ക് അനുസരിച്ചുള്ള ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മൾ ബാങ്കിന്റെ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാങ്കിന്റെ ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ആഡ് ചെയ്യേണ്ട ഐറ്റംസിനെ ആഡ് ചെയ്യുന്നു, ലെസ് ചെയ്യേണ്ട ഐറ്റംസിനൊക്കെ ലെസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായാലും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ബാങ്ക് ബുക്കിന്റെ ആ ഒരു എമൗണ്ടിലോട്ട് എത്താൻ പറ്റും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫിഗർ ബാങ്ക് പാസ്ബുക്കിന്റെ എമൗണ്ട് ആണെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാം. പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്തെത്താൻ പറ്റും, ക്യാഷ് ബുക്കിലോട്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് മെത്തേഡ്സ് വഴി നമുക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോർമാറ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്, റുപ്പീസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ നോക്കാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതാം. ക്യാഷ് ബുക്ക് അനുസരിച്ച് നമ്മുടെ ആ ഒരു ക്വസ്റ്റനിൽ തന്നെ തന്നിരിക്കും ഈ ഫിഗർ. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു എമൗണ്ട് ഇവിടെ എഴുതുന്നു. ഇനി ചില ആഡ് ചെയ്യേണ്ട ഐറ്റംസ് കാണും. ഓക്കെ, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. അപ്പം ചില വരുമാനങ്ങളാണ് നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ ഇൻക്രീസ് ചെയ്യുന്ന ചില ഐറ്റംസ് ആണ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിനെ ഇൻക്രീസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ അതിന്റെ ഫിഗേഴ്സ് നമ്മൾ എഴുതുന്നു, നമ്മൾ അതിനെ ടോട്ടൽ ചെയ്യുന്നു. ഇനി അതിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ട്. ലെസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ വിട്ടുപോയ ഐറ്റംസ്, ക്യാഷ് ബുക്കിൽ എഴുതിയില്ല, അങ്ങനത്തെ ചില സാധനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നെഗറ്റീവ് ആയിട്ട് മൈനസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ എമൗണ്ടുകൾ എഴുതുന്നു. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ ഒരു ഫിഗർ കിട്ടും. ഈ ഒരു ബേസിക് ഫിഗറിന്റെ ഒപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു, ഇത്രയും കാര്യങ്ങളൊക്കെ ലെസ് ചെയ്തു. ഇനി ലാസ്റ്റിൽ കിട്ടുന്ന ഈ എമൗണ്ട് ആണ് എന്ത്, നമ്മുടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് തുടങ്ങിയെന്ന് ഓർക്കുക. അപ്പം എന്ത് വരും ഇവിടെ താഴെ, പാസ്ബുക്ക്. ഓക്കെ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബാലൻസിംഗ് ഫിഗർ ഇവിടെ എഴുതുന്നു. ഇതാണ് ബേസിക്കലി നമ്മുടെ ഒരു ഫോർമാറ്റ്. ഇനി വേറൊരു ടാബ്ലർ ഫോം ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ടാബ്ലർ ഫോമിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല. നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസും ലെസ് ചെയ്യേണ്ട ഐറ്റംസും ഈ ഒരേ കോളത്തിൽ അല്ലാണ്ട് ബാക്കി സെപ്പറേറ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടുത്തെ വ്യത്യാസം. ഇത് സാധാരണ നമ്മൾ ടേബിൾ ഫോർമാറ്റ് അങ്ങനെ
അങ്ങനെ ഫോളോ ചെയ്യാറില്ല. നമ്മൾ ബേസിക്കലി പഠിച്ചു വരുന്ന അക്കാഡമിക്സിൽ ഈ ഒരു ബേസിക് ആദ്യത്തെ ഫോർമാറ്റ് ആണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും ചെയ്യാവുന്നതായിരിക്കാം, പക്ഷേ എന്നാൽ പോലും ഫസ്റ്റ് വൺ ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം, ഇവിടെ ചെറിയൊരു ബാങ്ക് അക്കൗണ്ടിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക ഇതെന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബാങ്കിന്റെ പേര് നമ്മൾ പലപ്പോഴും നോക്കിയാൽ മതി. നമ്മുടെ പേരൻസിനാണെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ബാങ്കിന്റെ പാസ്ബുക്ക് എടുത്ത് നോക്കുക, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ബാങ്കിന്റെ പേര് കാണും, ബ്രാഞ്ചിന്റെ പേര് കാണും, ടൈപ്പ് ഓഫ് അക്കൗണ്ട് കാണും, പിന്നെ എന്ന് തൊട്ട് എന്ന് വരെയാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണും, പിന്നെ അക്കൗണ്ട് നമ്പറും നമ്മുടെ പേരും ഇതൊക്കെ കാണും. അതുകൂടാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലത്തെ മെയിൻ ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ്, ഏതൊക്കെ ഡേറ്റിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡേറ്റ് കാണും. ഇനി രണ്ടാമതാണ് പെർട്ടിക്കുലേഴ്സ് കോളം. പെർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാം ഷോർട്ട് ഫോമിലായി കാണിക്കുള്ളൂ. അത് ബാങ്കുകാർക്കാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ട്. അപ്പം കുറെയൊക്കെ നമുക്ക് നോക്കിയാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം എന്താണ് ഇപ്പം ആദ്യം കൊടുത്തിരിക്കുന്നത് ഡൽഹി PLA എന്നാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടു സെൽഫ്. ടു സെൽഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പേരിൽ തന്നെ ചെയ്ത ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ വിഡ്രോവലോ ആണ്. ഇനി അതേപോലെ ബൈ CLG, ടു സെൽഫ്, പിന്നെ ടു സെൽഫ് ഡൽഹി പ്ലാസ്റ്റിക്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, റൈറ്റ്. പിന്നെ ടു സർവീസ് ചാർജ്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കുറച്ചൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുകൾ തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ചെക്ക് വഴിയാണ് ഇവിടുത്തെ പേയ്മെന്റുകളും ഒക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത്, കണ്ടില്ലേ. അപ്പം ചെക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെക്കിന്റെ നമ്പർ മെൻഷൻ ചെയ്യുക. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഒരു റൂൾ പ്രകാരം നമുക്കറിയാം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിലോട്ട് വരുന്ന ഐറ്റംസിനാണ് ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ചെലവുകളെയാണ് ക്രെഡിറ്റ് ചെയ്യാതെ പഠിച്ചു. പക്ഷേ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബാങ്ക് നമ്മുടെ ഒരു ബാങ്ക് 10 രൂപ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഡെബിറ്റ് ആയി കഴിഞ്ഞാൽ നല്ല കാര്യം അല്ലെ. അക്കൗണ്ടിങ്ങിൽ നമ്മൾ വിചാരിക്കും ഡെബിറ്റ് ആയി എന്ന് പറയുമ്പോൾ ഒരു 100 രൂപ അക്കൗണ്ടിൽ ഡെബിറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കയറി അല്ലെങ്കിൽ പൈസ വന്നു, പോസിറ്റീവ് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ ബാങ്കിങ് കമ്പനീസിന്റെ അക്കൗണ്ട്സ് കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ ഡെബിറ്റ് ആകുക എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് പൈസ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസം എപ്പോഴും ഓർത്തിരിക്കുക. ഇത് ബാങ്കിങ് കമ്പനീസിന്റെ കാര്യത്തിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസിൽ മാത്രമുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 35,000 റുപ്പീസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അവർ അല്ലെ. ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മീനിങ് എന്തായിരുന്നു, നമ്മുടെ ബാങ്കിങ് കമ്പനി ട്രാൻസാക്ഷൻ വെച്ച് ഔട്ട് ആണ് നമ്മൾ പഠിച്ചു. അപ്പം ഇവിടെ എന്താണ്, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഓപ്പണിംഗ് 50,782 റുപ്പീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചത്, ഇവിടെ നമ്മൾ എന്തോ ഒരു ട്രാൻസാക്ഷൻ ചെക്ക് വഴി നടത്തിയിട്ട് ഇവിടെ ഡെബിറ്റ് 35,000 ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോയ എമൗണ്ട് ആണ്. അപ്പോൾ 50,782 മൈനസ് 35,000 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന തുകയാണ് 15,782. ഇനി വീണ്ടും നമ്മൾ 7-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു. ആ ട്രാൻസാക്ഷൻ ചെക്ക് വഴിയാണ്, അത് 10,000 റുപ്പീസ് ഡെബിറ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഡെബിറ്റ് ആണെന്ന് പറയുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക എന്താണ്, ഇതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ 15,782 ഉണ്ടായിരുന്ന ബാലൻസ് എന്തായി, വീണ്ടും കുറഞ്ഞു. അതിൽ ഒരു 10,000 കൂടി പോയി കഴിഞ്ഞാൽ 5,782 ആയി മാറി അല്ലെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആകെ ദാരിദ്ര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തത് സംഭവിച്ചത്, എന്തോ ഒരു പേയ്മെന്റ് 13-ാം തീയതി ക്രെഡിറ്റ് ആയിട്ട് വന്നു അല്ലെ. ക്രെഡിറ്റ് ഒരു 10,673 ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്, അത് നമ്മുടെ കയ്യിലോട്ട് വന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ എന്തായി, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ആയി. 5,782 നിന്ന് പ്ലസ് 10,673 കൂട്ടിയപ്പോൾ 16,455 എന്ന് പറഞ്ഞ ബാലൻസ് കിട്ടി. ഇനി അടുത്തത് വീണ്ടും ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു എമൗണ്ടിന്റെ കൂടെ ആഡ് അപ്പ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ് 9,143. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലൻസ് വന്നു ഇത്ര. അപ്പോൾ അങ്ങനെ കുറെ അഡീഷൻസും കുറയ്ക്കലും കൂട്ടലും ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ബാലൻസ് തുക എത്രയാണെന്ന് ചോദിച്ചാൽ 21,889 ആണ് 27-ാം തീയതി നമ്മുടെ കയ്യിലുള്ള തുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ ഏത് കമ്പനിയുടെ അക്കൗണ്ട്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും മെയിൻ കാര്യം എന്താണ്, ആ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് എല്ലാ മാസത്തിന്റെ അവസാനം ചെന്നിട്ട് നമ്മൾ ബാങ്കിൽ ചെന്ന് ബാങ്കിന്റെ പാസ്ബുക്ക് നമ്മൾ പതിപ്പിക്കുക എന്ന് പറയും അല്ലെ. അതിനെ കറക്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഡിഫറൻസസിനെ പറ്റി അറിയാൻ പറ്റുന്നത്. ഇനി എന്തൊക്കെ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഡിഫറൻസസ് വരാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷും ബാങ്കിൽ ഇരിക്കുന്ന തുകയും തമ്മിൽ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചില കാരണങ്ങളുണ്ട്. അത് നമ്മുടേതായ തെറ്റുകൾ കൊണ്ടും ആവാം, അതുകൂടാണ്ട് ചില ടൈംലി ഡിഫറൻസസ് അല്ലെങ്കിൽ ചില ട്രാൻസാക്ഷൻസിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടും ആവാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ചെക്സ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ബട്ട് നോട്ട് പ്രസന്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ചെക്സ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്. അതായത് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളാന്ന് വിചാരിക്കാം, ഓക്കെ, നമ്മുടെ കമ്പനി ഉണ്ട്, നമ്മൾ വേറെ ആൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സപ്ലയർ ആണ്. അപ്പോൾ ഈ സപ്ലയറിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന്റെ പേരിൽ നമുക്കൊരു പേയ്മെന്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ പേയ്മെന്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മളൊരു ചെക്ക് അങ്ങ് എഴുതി കൊടുത്തു. ഓക്കെ, ഈ പുള്ളിക്ക് ഒരു ചെക്ക് അങ്ങ് കൊടുത്തു. അപ്പോൾ ഈ സപ്ലയർ എന്ത് ചെയ്യണം, ഇയാൾക്ക് പേയ്മെന്റ് അത്യാവശ്യമാണെന്ന് വെച്ചു 1 lakh റുപ്പീസിന്റെ പർച്ചേസ് നമ്മൾ നടത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 1 lakh റുപ്പീസിന്റെ പർച്ചേസ് നമ്മൾ നടത്തുമ്പോൾ ഇയാൾക്ക് കൊടുക്കാനുള്ള തുക 1 lakh ആണ്. അപ്പോൾ ഇയാൾക്ക് നമ്മൾ ഈ ചെക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇയാൾ ഈ ബാങ്കിൽ പോകണം അല്ലെ. ബാങ്കിൽ കൊണ്ടുപോയിട്ട് ചെക്ക് പ്രസന്റ് ചെയ്താൽ മാത്രമാണ് ബാങ്കുകാർ ഇയാൾക്ക് 1 lakh റുപ്പീസ് കൊടുക്കുള്ളൂ. അപ്പം എന്ത് സംഭവിച്ചു, നമ്മൾ ഇയാൾക്ക് ചെക്ക് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തത് നമുക്ക് ഏതാ 1-ാം തീയതി എടുക്കാം, 1/1/2025 എടുക്കാം. ഓക്കെ, ജനുവരി 1-ാം തീയതി നമ്മൾ ഓടിച്ചെന്ന് പുള്ളിയുടെ കടയിൽ നിന്നൊക്കെ വലിയ പർച്ചേസസ് ഒക്കെ നടത്തിയിട്ട് പോകുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തതും അതേ ദിവസം തന്നെ കൊടുത്തു. ഇനി ഇയാൾ എന്ത് ചെയ്യാണ്, ഇയാൾക്ക് ഒരു അസൗകര്യം എന്തെങ്കിലുമൊക്കെ വന്നിട്ടായിരിക്കും പുള്ളി ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി ബാങ്കിൽ പോയി പ്രസന്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇനി അല്ല പോട്ടെ, ഒരു മാസം ആക്കിയേക്കാം, പുള്ളി ഇച്ചിരി മടിയനാക്കിയേക്കാം. അപ്പോൾ പുള്ളി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഈ ബാങ്കിൽ പോയി ചെക്ക് പ്രസന്റ് ചെയ്യും. ചെക്കിന്റെ കാലാവധി എത്രയാണെന്ന് അറിയാമോ, അതിന്റെ ഇടയ്ക്ക് ഓർത്തിരിക്കുക, ചെക്കിന്റെ കാലാവധി 3 months ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് എന്ന് പറയുമ്പോൾ ഒരു ചെക്ക് നമുക്ക് ഡേറ്റഡ് ആയിട്ടുള്ള ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് 3 monthsന്റെ വാലിഡിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ 3 monthsന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് എൻകാഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു പുള്ളിക്ക് ചെക്ക് കൊടുത്തത് 1/1/2025 ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതും എന്ത്, ജാനുവരിയുടെ കണക്കിൽ നമ്മൾ എഴുതും നമ്മൾ ഇന്ന ആൾക്ക് നമ്മുടെ സപ്ലയർക്ക് 1 lakh റുപ്പീസിന്റെ ചെക്ക് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് ആയി എന്ന് പറഞ്ഞത് കാണിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിക്കുമ്പോൾ അതേ സ്ഥാനത്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ ശരിക്കും 1-ാം തീയതി
ഇല്ല, പോയിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇയാൾ പൈസ കളക്ട് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മുടെ ബാങ്കിൽ നിന്ന്? പത്താം തീയതിയാണ്, അത് ഫെബ്രുവരി, അതായത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ് നോക്കുമ്പോൾ ജാനുവരിയിലായിരിക്കില്ല, അത് ഫെബ്രുവരിയിലത്തെ കണക്കിലായിരിക്കും ഇത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കാണിച്ചത് ജാനുവരിയിലും ബാങ്ക് കാണിക്കുന്നത് ഫെബ്രുവരിയിലും. അപ്പോൾ ജാനുവരിയിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ടാലി ആവുമോ ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും? ഇല്ല, ടാലി ആവില്ല. സോ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് ഇനി ചെക്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്ടഡ്. ഓക്കെ, അപ്പൊ ഈ നോട്ട് യെറ്റ് കളക്ടഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ആര് ചെയ്യേണ്ടതാണ്? ഇത് ബാങ്ക് ചെയ്യേണ്ട പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലാഗ് വരുത്തിയതാണ് നമ്മുടെ സപ്ലയർ ആണ്. അപ്പം രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇവിടെ ലാഗ് വരുന്നത് നമ്മുടെ ബാങ്ക് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ഇത് നമ്മളാണ്, ഇത് നമ്മുടെ സപ്ലയർ ആണ്. ഓക്കെ, സപ്ലയറിന്റെ അടുത്ത് നമ്മൾ സാധനം മേടിക്കുന്നു, അയാൾക്ക് നമ്മൾ ചെക്ക് കൊടുക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. ഇനി പോട്ടെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഒന്ന് തിരിച്ചിടാം. അതായത് നമുക്ക് ഈ ഒരു സപ്ലയറിന്റെ എക്സാമ്പിൾ വിട്ടേക്കാം. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ചെക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങോട്ട് കിട്ടിയ ഒരു ചെക്കാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പേയ്മെന്റ് തരാനുള്ള ഒരാളുടെ ചെക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ചെക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ ഇതിന് എൻകാഷ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെക്ക് കൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു. അപ്പൊ ഇതെന്താ നമ്മൾ കൊടുത്തത്? ഇപ്പൊ മേലത്തെ എക്സാമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട, ഇത് നമുക്ക് വേറെ ഡേറ്റ് എടുക്കാം. 1/2/2025 എടുക്കാം. അപ്പൊ ഈ ചെക്ക് നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ കൊടുത്തു. അപ്പൊ ഇത് ഒരു സാറ്റർഡേ ആണെന്ന് വെച്ചു, അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വേണമെങ്കിൽ എടുക്കാം അല്ലെ. ഇതൊരു സാറ്റർഡേ ആണെന്ന് വെച്ചു. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് വൈകുന്നേരം കൊണ്ടുപോയി കൊടുക്കുകയാണ് സാറ്റർഡേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ബാങ്കുകാർ എന്ത് ചെയ്യും? ബാങ്കിങ്ങിന്റെ അവേഴ്സ് ഒക്കെ തീരുന്ന ടൈം ആണെങ്കിൽ അവർ ഒരിക്കലും പ്രോസസ് ചെയ്യണേ അല്ലെ. അപ്പൊ ഇതിന് പകരം സൺഡേ വർക്കിംഗ് ഡേ അല്ല, അത് പോയി പിന്നെ അടുത്ത മൺഡേ ആയിരിക്കും ഈ ചെക്ക് പ്രോസസ് ആവുന്നത് അല്ലെ. അപ്പം നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് കാണിക്കും? നമ്മൾ പോയിട്ട് ചെക്ക് കൊടുത്ത എന്താണ്? 1/2/2025 അല്ലെ. അപ്പം പക്ഷേ ഈ ഒരു ക്യാഷ് ബുക്കിൽ ഈ ഒരു ഡേറ്റ് കൊടുത്താൽ നമ്മുടെ ബാങ്കിൽ എങ്ങനെയായിരിക്കും? ബാങ്കിൽ ഈ ചെക്ക് പ്രോസസ് ആവുന്ന ഡേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അതെന്താണ്? അതായത് 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെ, ചിലപ്പോൾ 3-ാം തീയതിയോ ഒക്കെ ആയിരിക്കും. എന്താണ് പ്രോസസ് ചെയ്യുന്നത് വെച്ചാൽ ആ ദിവസമായിരിക്കും ബാങ്കിന്റെ പാസ്ബുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കോസ് ഓഫ് ഡിഫറൻസ്. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ പഠിക്കുന്ന സാഹചര്യം ഏതൊക്കെയാണ്? നമ്മൾ ഏതൊക്കെ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ബാങ്കിങ് ട്രാൻസാക്ഷൻസും ക്യാഷ് ബുക്കിന്റെ ബാലൻസസും തമ്മിൽ വേരിയേഷൻസ് വരാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം. ഇനി മൂന്നാമതാണ് ഡയറക്റ്റ് ഡെബിറ്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. അപ്പൊ ഇതെന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ ബാങ്ക് നമ്മൾ പറഞ്ഞു, ബാങ്ക് എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയല്ല ജസ്റ്റ് ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് മാത്രമല്ല, അതിന് പകരം നമുക്ക് ഒത്തിരി ട്രാൻസാക്ഷൻസ് കസ്റ്റമറിന്റെ ഈസിനെസിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഓവർഡ്രാഫ്റ്റിന്റെ മേലെയുള്ള ഇൻട്രസ്റ്റ് പേയ്മെന്റ് അല്ലെ, അത് ഓട്ടോ ഡിഡക്ട് ആകാൻ പറ്റും. ഓവർഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ബാങ്കിൽ പൈസ ഇല്ലേ പോലും കറന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് വേണ്ടി എന്താണ് ഒരു പ്രൊവിഷൻ ഉണ്ട്, അവർക്ക് കുറച്ച് പൈസയും കൂടി കൂടുതൽ കിട്ടും നമ്മുടെ ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനത്തെ ആ ഒരു എക്സ്ട്രാ നമുക്ക് പൈസ കിട്ടുന്നതിന് ഫലമായിട്ട്, ലോൺ പോലെ കിട്ടുന്നതിന് ഫലമായിട്ട് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ട് ബാങ്കുകൾ. അത് നമുക്ക് ഓട്ടോ ഡിഡക്ട് എന്നുള്ള രീതിയിൽ പോകാറുണ്ട്. ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു 1 lakh rupees നമ്മുടെ ബാങ്കിൽ ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും നമുക്കത് ഓവർഡ്രാഫ്റ്റ് ആയിട്ട് എടുത്തു വെച്ചു. അപ്പൊ അതിന് മേലെ ചിലപ്പോൾ ഒരു 10% വെച്ചിട്ടായിരിക്കും ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെ. ഇച്ചിരി കൂടുതലായി, പക്ഷെ എന്നാലും സാറില്ല, ഇൻട്രസ്റ്റ് ഒരു 10% വെച്ചിട്ടായിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ആ എമൗണ്ട് എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അതൊന്ന് ഡിഡക്ട് ആയി പോകും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ അറിയില്ല, ബാങ്കിന്റെ പാസ്ബുക്ക് അപ്ഡേറ്റ് ആയി കിട്ടിയാൽ മാത്രമാണ് നമുക്കത് അറിയാൻ പറ്റുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻസിഡന്റൽ ചാർജസ്, അതേപോലെ കളക്ഷൻ ചാർജസ്, ബാങ്കിന്റെ എക്സ്ട്രാ ചാർജസ്, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നാലായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത്. അല്ലാത്തതാണെങ്കിലോ ചിലപ്പോൾ നമ്മൾ അറിയോ പോലും ഇല്ല അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ബാങ്ക് പ്രോസസ് ചെയ്യുമ്പോഴത്തേക്കും. ഇനി അതേപോലെ നാലാമത്താണ് അമൗണ്ട്സ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ബാങ്കിലോട്ട് ഏതെങ്കിലും കസ്റ്റമർ ഇപ്പൊ നമുക്ക് നേരിട്ട് പൈസ തരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ബുക്കിൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും കസ്റ്റമർ നമുക്ക് നേരിട്ടല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡയറക്ട്ലി എന്ത് ചെയ്യാണ്? ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ റിഫ്ലക്ട് ചെയ്യുള്ളൂ. നമ്മൾ ചിലപ്പം അത് അറിയണമെന്ന് പോലും ഇല്ല. നമ്മൾ അറിയുന്നത് ചിലപ്പോൾ മാസത്തിന്റെ അവസാനം പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത്. ഇനി അഞ്ചാമത്താണ്, ഫിഫ്ത് വൺ ആണ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്ടഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റും ഡിവിഡൻസും ബാങ്ക് തന്നെ കളക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്താ ഈ പറയുന്ന ഇൻകംസ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെ സംബന്ധിച്ചുള്ള എക്സ്പെൻസസ് ബാങ്കുകൾ നേരിട്ടായിരിക്കും ഇത് ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ നമ്മളത് അറിയണം എന്ന് ഇല്ല. പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്തായിരിക്കും? അപ്പം ക്യാഷ് ബുക്കിൽ ഒരു കൂടിയ തുക കാണും, പക്ഷെ ബാങ്കിൽ അത്രയും പൈസ കാണുകയില്ല. ബാങ്കിൽ കുറഞ്ഞ ഒരു എമൗണ്ട് ആയിരിക്കും അവിടെ റിഫ്ലക്ട് ചെയ്യുക. ഇനി അടുത്താണ് ഡയറക്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ തൊട്ട് മേളിൽ കണ്ട ആ ഒരു പോയിന്റ് തന്നെയാണ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ്സ് ഇൻ ടു ദ ബാങ്ക് അക്കൗണ്ട്സ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് തരാനുള്ള ആൾക്കാരോ ഡെറ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ഈ പറയുന്ന അക്കൗണ്ടിലോട്ട് പേ ചെയ്യുകയാണെങ്കിൽ അത് ബാങ്ക് ബുക്കിനെ റിഫ്ലക്ട് ചെയ്യുള്ളൂ. ലാസ്റ്റ് പോയിന്റ് ആണ് ചെക്സ് ഡെപ്പോസിറ്റഡ് ബിൽ ഡിസ്കൗണ്ടഡ് ഓർ ഡിസോണേഡ്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. ബാങ്കുകൾ വഴി, അതായത് ബാങ്കിൽ ഏതെങ്കിലും ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം അത് കണ്ടിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷേ ക്യാഷ് ബുക്ക് എന്താ കാണിക്കുള്ളൂ? നമ്മൾ ക്യാഷ് ബുക്കിൽ എത്ര റെക്കോർഡ് ചെയ്തു അത് തന്നെ അത് കാണിക്കുള്ളൂ. ബാങ്കിലോട്ട് എക്സ്ട്രാ പൈസ വന്നെങ്കിൽ അത് ബാങ്കുകാർ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, നമുക്ക് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഇനി ചില സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കും? ചില സാഹചര്യങ്ങളിൽ എറേഴ്സ് വരുന്ന വഴി, ഓക്കെ, അത് അക്കൗണ്ടന്റിന്റെ കഴിവുകേടാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ചില എററുകൾ വരുന്ന വഴി എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസും ബാങ്ക് പാസ്ബുക്കിന്റെ ബാലൻസും ഈക്വൽ ആവാതെ വരും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ചില എറേഴ്സിന്റെ കാരണങ്ങൾ കൊണ്ട്. ഇനി ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് ആവാം? എറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബൈ ദ ഫേം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ ഇപ്പോൾ പുതിയൊരു അക്കൗണ്ടന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറ്റുകൾ വരാറുണ്ട് അല്ലെ. ആ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് ചിലപ്പം നമ്മുടെ പാസ്ബുക്കും എന്ത് ചെയ്യും? ബാങ്ക് പാസ്ബുക്കുമായിട്ട് സിമിലർ ആവണമെന്ന് ഇല്ല.
അവർ ഡിഫറന്റ് ആയി എമൗണ്ടുകൾ ഷോ ചെയ്യും. ഇനി നമ്മുടെ സൈഡിൽ നിന്നല്ലാണ്ട് സംഭവിക്കുന്ന എപ്പോഴാണ് ചിലപ്പോൾ ചില ബാങ്കുകൾക്കാണെങ്കിലും തെറ്റുപറ്റും അല്ലെ. ബാങ്കുകളാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ക്യാഷ് ബുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ നമ്മുടെ ബാങ്കിലെ പാസ്ബുക്കിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം തകരാറ് വരുന്നത് അല്ലെ. എൻട്രി പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ ടോട്ടൽ ചെയ്യുന്ന കാര്യത്തിലോ ചെക്സ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലോ ഒക്കെ എന്ത് വരാം, എറേഴ്സ് വരാം. ഇനി അടുത്ത നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പ്രിപ്പറേഷനിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബാങ്കിങ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമതെന്ന് പറയുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് വിതൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ഉണ്ട്. രണ്ടാമത്തത് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്കും ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്യാഷ് ബുക്ക് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്കും ഉണ്ട്, വിതൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്കും ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആഫ്റ്റർ ക്യാഷ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ക്യാഷ് ബുക്കിന്റെ ബാലൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാങ്കിങ് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാറ്. ഇനി ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് വിതൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്കിന്റെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യമേ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നമ്മൾ ഫോർമാറ്റിൽ കണ്ടായിരുന്നല്ലോ അല്ലെ, ക്യാഷ് ബുക്കിലെ ബാലൻസ് അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ബാലൻസ് ആദ്യമേ എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചിലപ്പം നമ്മുടെ ഡെപ്പോസിറ്റ്സും വിഡ്രോവൽസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മുടെ ബാങ്കിലോട്ട് വരുന്ന പൈസ, വിഡ്രോവൽ എന്ന് പറയുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഡെപ്പോസിറ്റ്സ് വിഡ്രോവൽസിനെക്കാളും കൂടുതലാണെങ്കിൽ നമുക്കറിയാം ഇതൊരു നല്ല കണ്ടീഷൻ ആണ് അല്ലെ. വിഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ എടുത്തോണ്ട് പോകുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഇടുവാണെങ്കിൽ അക്കൗണ്ടിലോട്ട് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല സിറ്റുവേഷൻ അല്ലേ. അതെ, അതിനെ നമ്മൾ ഫേവറബിൾ ബാലൻസ് എന്ന് വിളിക്കും. നമ്മൾ അതിനെ വിളിക്കും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മളോട് പറയുന്നത് ഡെപ്പോസിറ്റ്സ് കുറവും വിഡ്രോവൽസ് ആണ് കൂടുതലുമെങ്കിലോ, ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ എടുത്തോണ്ട് പോക്കാണ് പരിപാടിയെങ്കിലോ, അതെന്തായിരിക്കും അവസ്ഥ? അത് അൺഫേവറബിൾ എന്ന് നമ്മൾ വിളിക്കും. ഇനി ഈ 4 സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫേവറബിൾ അല്ലെങ്കിൽ അൺഫേവറബിൾ ബാലൻസസ് വരുന്ന 4 സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറബിൾ സിറ്റുവേഷൻസ് നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഫേവറബിൾ സിറ്റുവേഷൻസും അതേപോലെ തന്നെ അൺഫേവറബിൾ സിറ്റുവേഷൻസും ഉണ്ട്. അപ്പം ഫേവറബിൾ സിറ്റുവേഷൻസിൽ രണ്ട് രീതിയിലാവാം. വെൻ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ഗിവൻ, അതായത് ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ഡെബിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഈസ് ടു ബി അസർട്ടൈൻഡ്, പാസ്ബുക്കിന്റെ ബാലൻസ് കണ്ടെത്തണം. ഇതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് പാസ്ബുക്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, പാസ്ബുക്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ബാലൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് രണ്ട് സിറ്റുവേഷൻസ്. ഇനി അടുത്ത സിറ്റുവേഷൻ അൺഫേവറബിൾ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ക്യാഷ് ബുക്കിന്റെ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാസ്ബുക്കിന്റെ ബാലൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാഷ് ബുക്കിന്റെ അനുസരിച്ചുള്ള ബാലൻസ് എത്ര. അപ്പൊ ഇത് നോട്ട് ഡൗൺ ചെയ്തേക്കാം. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണെന്ന് നോക്കുക. ഓക്കെ, ഇത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു വരുമ്പോഴത്തേക്കായിരിക്കും അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലാവാതെ പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ചെയ്തു വരുമ്പോഴത്തേക്കായിരിക്കും ഇതിന്റെ ഡിഫിക്കൽട്ടി അറിയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക. ഫേവറബിൾ സിറ്റുവേഷൻസ് രണ്ടെണ്ണം ഉണ്ട്, അൺഫേവറബിൾ സിറ്റുവേഷൻസും രണ്ടെണ്ണം ഉണ്ട്. ഇനി ഡീലിംഗ് വിത്ത് ഫേവറബിൾ ബാലൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീലിംഗ് വിത്ത് ഫേവറബിൾ ബാലൻസസ്, ഫേവറബിൾ ആണ് ബാലൻസസ് കാണിക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഈ BRS പ്രിപ്പയർ ചെയ്യാം, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ ഇതിന്റെ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഡേറ്റ് ഓൺ വിച്ച് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് പ്രിപ്പയർഡ് ഇസ് റിട്ടൺ അറ്റ് ദ ടോപ്പ്. അപ്പം ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ഡേറ്റ് എഴുതുന്നു അല്ലെ. സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ഡേറ്റ് എഴുതുന്നു. ദ ഫസ്റ്റ് ഐറ്റം ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ജനറലി ദ ബാലൻസ് ആസ് ഷോൺ ബൈ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ഒരു ബാലൻസ് ആയിരിക്കും നമ്മൾ ആദ്യമേ കാണിക്കുന്നത്. ഇത് നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് പോകാം. ആദ്യമേ ഡേറ്റ് കാണിക്കണം, അതേപോലെ ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ബാലൻസ് കാണിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പാസ്ബുക്കിന്റെ ബാലൻസ് കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനി ചില ഡിഡക്ട് ചെയ്യേണ്ട ഐറ്റംസിനൊക്കെ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ്, ചെക്സ് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷേ കളക്ട് ചെയ്യുന്നില്ല, അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. ഡിഡക്ഷൻസ് എല്ലാം കൂടി മൈനസ് ചെയ്യുന്നു. ഇനി നാലാമത്താണ് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ പോസിറ്റീവ് ഐറ്റംസ് ആണ് കേട്ടോ. നമ്മുടെ അക്കൗണ്ടിന് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാസ്ക് ഇവിടെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഡിഡക്ഷന്റെ വേറെ കാര്യമുണ്ട്, അതായത് എല്ലാ നെഗറ്റീവ് ഐറ്റംസും നമ്മുടെ അക്കൗണ്ടിനെ കുറയ്ക്കുന്ന എല്ലാവിധ എക്സ്പെൻസസും നെഗറ്റീവ് ഐറ്റംസിനെ ഒക്കെ നമ്മൾ കുറയ്ക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റിൽ ഒരു ബാലൻസ് കിട്ടും. ഇത് അറിയാലോ, ആദ്യമേ നമ്മൾ തുടങ്ങിയത് ക്യാഷ് ബുക്കിന്റെ അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ബാലൻസ് തൊട്ടാണ്. അതിന്റെ ഒപ്പം ചില അഡീഷൻസും ചില കുറയ്ക്കലും വാങ്ങലും ഒക്കെ നമ്മൾ നടത്തി കഴിഞ്ഞിട്ട് നമുക്കൊരു ബാലൻസ് കിട്ടും. അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ്ബുക്ക് അനുസരിച്ചുള്ള നെറ്റ് ബാലൻസ് എന്ന് നമുക്ക് പറയാം. പാസ്ബുക്ക് ബാലൻസ് ഇനി പാസ്ബുക്കിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. ഇവിടെ ഇലസ്ട്രേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടെ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ വിനോദ് പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ 31st March 2017. അപ്പം നമ്മൾ ആരുടെ പ്രിപ്പയർ ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ വിനോദ് ആസ് ഓൺ 31st March 2017. ഇതാണ് ബേസിക്കലി നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോർമാറ്റ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ അത് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം, ബിക്കോസ് ഫോർമാറ്റിന് മാർക്ക് ഉള്ളതാണ്. ഇവിടുത്തെ ഫോർമാറ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാബ്ലർ ഫോർമാറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എഴുതാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ, 1, 2, 3, 4, 5 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ അതുപോലെ എഴുതുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ ആ ഒരു ബാങ്ക് സിസ്റ്റം ഡേറ്റ് അനുസരിച്ച് എഴുതാം. ഇപ്പം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പം നമ്മുടെ ക്യാഷ് ബുക്ക് അനുസരിച്ച് നമ്മുടെ ബാങ്കിൽ ഉണ്ടാവേണ്ട ബാലൻസ് എത്രയാണ് അത് നമുക്ക് എഴുതാം. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതുക. ഓക്കെ, എത്രയാണ് നമ്മുടെ ബാലൻസ് നമ്മൾ കൊടുത്തേക്കുന്നത്, 50,000 എന്നാണ് കാണാൻ പറ്റുന്നത്. 50,000. ഇനി അടുത്തത് നോക്കുക, ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അപ്പോൾ ഇത് എന്ത് ഐറ്റമാണ്, ചെക്സ് ഇഷ്യൂ ചെയ്തു പക്ഷേ അത് പ്രസന്റ് ചെയ്തിട്ടില്ല ബാങ്കിൽ അല്ലെ. അപ്പോൾ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം, എന്താണ്, ചെക്സ് ഇഷ്യൂ ചെയ്തു ബട്ട് നോട്ട് പ്രസന്റഡ്. അപ്പോൾ എത്രയാണ് ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, 6,000 നമുക്ക് ഇവിടെ കാണാം. വേണമെങ്കിൽ ഇന്നർ കോളത്തിലോട്ട് എഴുതുക. ഇനി അടുത്ത നോക്കുക, ദ ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്ടഡ് ഡിവിഡൻഡ് 8,000 ആൻഡ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ബട്ട് വാസ് നോട്ട് എന്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അപ്പം ഇത് നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യാതെ വിട്ടുപോയ ഐറ്റമാണ്.
അപ്പൊ അവനെ നമ്മൾ വിട്ടുപോയത് കൊണ്ട് അവൻ ഇവിടെ ആഡ് അപ്പ് ചെയ്യാം. അപ്പം ബാങ്ക് ഡിവിഡൻഡ് കളക്ട് ചെയ്തു അല്ലെ, ബാങ്ക് കളക്ടഡ്. ഇതൊന്നും മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ബാങ്ക് കളക്ടഡ് ഡിവിഡൻഡ് എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം ഇത് ഏത് ഐറ്റം ആണ്. 8,000. ഇനി ബാങ്ക് ചാർജസ് 400 were not entered in the cash book. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും നമ്മൾ ഇവിടെ റിഫ്ലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, ബാങ്ക് ചാർജസ് ഒക്കെയാണ്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെറിയ ക്വസ്റ്റൻ ആയതുകൊണ്ട് ഇവിടെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കറിയാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര വരും? 14,000 എന്ത് ചെയ്യണം നമുക്ക് ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യണം, 50,000 ഒപ്പം ആഡ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന തുകയാണ് 64,000. ഇനി ഇതായോ? ഇല്ല, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ചില ഡിഡക്ഷൻസ് നടത്തണം. എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് നടത്തേണ്ടത്? അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് കാണാം ബാങ്ക് ചാർജസ് ഓഫ് ₹400 were not entered in the cash book അല്ലെ, ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യാണ്ട് വിട്ടുപോയ ബാങ്ക് ചാർജസ് ഉണ്ട് അല്ലെ, ബാങ്ക് ചാർജസ് എന്ന് വേണമെങ്കിൽ എഴുതാം. ബാങ്ക് ചാർജസ് 400 എന്ന് ഇന്നർ കോളത്തിൽ എഴുതുക. ഇനി വേറെ കാര്യം കൂടി ഉണ്ടല്ലോ, എന്താണ്? എ ചെക്ക് ഫോർ ₹6,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്ടഡ് ബൈ ദ ബാങ്ക്. അപ്പം ഇത് ബാങ്ക് കളക്ട് ചെയ്യാതെ വിട്ടുപോയ ഒരു ട്രാൻസാക്ഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു ചെക്ക് നോട്ട് കളക്ടഡ് ബൈ ബാങ്ക്, കളക്ടഡ് ബൈ ബാങ്ക് എന്ന് എഴുതുക. എത്രയാണ്? 6,000. അപ്പൊ നമുക്ക് എത്ര വരും ടോട്ടൽ? 6,000 പ്ലസ് 400, 6,400 ആണ് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഓ, ഇത് 64,000 ആയോ? സോ സോറി, 6,400. ഓക്കെ, അപ്പൊ ഇത് മൈനസ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 50,000 ഒപ്പം 14,000 ആഡ് ചെയ്തു, കിട്ടിയത് 64,000. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 6,400 ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന തുകയാണ് 57,600. ഈ 57,600 എന്ന് പറഞ്ഞ് കിട്ടുന്ന ഈ ബാലൻസ് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ക്വസ്റ്റനിലെല്ലാം എല്ലാം ഡീൽ ചെയ്തു. നമുക്ക് എല്ലാം കൂടി കഴിച്ചിട്ട് കിട്ടിയ ബാലൻസ് തുകയാണ് 57,600. അപ്പൊ ഇത് എന്താണ്? നമ്മൾ തുടങ്ങിയത് ഓർക്കുക, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ കിട്ടിയിരിക്കുന്ന തുക എന്താണ്? അതാണ് ബാലൻസ് ആസ് പെർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇലസ്ട്രേഷൻ നമ്പർ 2 നോക്കാം. അപ്പൊ ഇലസ്ട്രേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ അനിൽ ആൻഡ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫോർമാറ്റ് ഒക്കെ വരച്ചു, ഡേറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമുക്ക് ഇവിടെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് 54,000. അപ്പൊ നമ്മൾ ഫേവറബിൾ ബാലൻസസ് ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ആദ്യമേ നമ്മൾ എഴുതുക ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പൊ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ളത് എത്രയാണ്? 54,000 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് അങ്ങോട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയുന്നുണ്ട്. ഇപ്പം അടുത്ത് നമുക്ക് വായിച്ചു നോക്കാം. അതായത് ₹100 ബാങ്ക് ഇൻസിഡന്റൽ ചാർജ് ഡെബിറ്റഡ് ടു അനിൽ ആൻഡ് കമ്പനി അക്കൗണ്ട് വിച്ച് ഇസ് നോട്ട് റെക്കോർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഡെബിറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മീനിങ് എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അത്ര കണ്ട് കുറഞ്ഞു അല്ലെ, ക്യാഷ് ബുക്ക് മുകളിലാണ് നിൽക്കുന്നത്. നമ്മുടെ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആയി നിൽക്കുന്നു. ബാങ്ക് ബുക്ക് കുറച്ച് താഴത്തോട്ട് വന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്കിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൈനസ് ചെയ്യണമെന്ന് ഓർക്കാം. അപ്പൊ നമ്മൾ ഓർത്തിരുന്നാൽ മതി, ബിക്കോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതെന്ന് വെച്ചാൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ആദ്യമേ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് തൽക്കാലം അവിടെ സ്റ്റേ ചെയ്യാം, എഴുതാൻ പോകണ്ട. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റൻ നോക്കാം. മൂന്നാമത് എന്താ? ചെക്ക് ഫോർ ₹5,400 ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്ടഡ് ബൈ ദ ബാങ്ക്. അപ്പം ഇതെന്താണ്? നമ്മുടെ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അത് എന്ത് ചെയ്യുന്നു? ബാങ്കിൽ കളക്ട് ചെയ്തിട്ടില്ല. ബാങ്ക് കളക്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കൂട്ടി കാണിക്കുള്ളൂ. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പം അത്രയും എമൗണ്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കാണിക്കും അല്ലെ. അതായത് നമ്മുടെ ചെക്ക് ക്യാഷിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു ചെക്കും കൂടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത വഴി ഇൻക്രീസ് ആയി എന്ന് ക്യാഷ് ബുക്കിൽ കാണിച്ചു. പക്ഷെ ബാങ്കിൽ അത് കാണിക്കുമോ? ഇല്ല. ബാങ്കിൽ ഇപ്പോഴും കുറവാണ് അല്ലെ. ചെക്ക് കളക്ട് ചെയ്താൽ മാത്രമാണ് അത് ഈക്വൽ ആയി വരുള്ളൂ. അപ്പൊ അത് ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മളുടെ ഇവിടെ എന്താണ്? ക്യാഷ് ബുക്ക് ആണ് ഉയർന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി നോക്കാം, നമുക്ക് ആഡ് ചെയ്യാൻ ഒരു ഐറ്റവും ഇല്ലേ നോക്കാം. നമുക്ക് ഇനി മൂന്നാമത്തെ നമ്മൾ ഡീൽ ചെയ്തു. ഇനി നാലാമത്തെ നോക്കാം. എ ചെക്ക് ഫോർ ₹20,000 is issued by Anil and Company not presented for payment. അപ്പൊ ഇത് നമ്മുടെ എന്തോ പേയ്മെന്റിന്റെ ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ ഷോപ്പിൽ നിന്ന് മറ്റൊരാൾക്ക് നമ്മൾ പൈസ പേ ചെയ്യാനുള്ള ഒരു ചെക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ അത് ചെക്ക് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ചെക്ക് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ക്യാഷ് ബുക്ക് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ആ ക്യാഷ് ബുക്കിന് നമ്മൾ ചെക്ക് പേ ചെയ്യുന്ന വഴി കുറച്ച് കാണിച്ചു. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് കാണിക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് കാണിച്ചു, അത്രയും പേയ്മെന്റ് പോയി എന്നുള്ളതാണ് കാണിച്ചത്. പക്ഷെ ബാങ്കിൽ അതെന്താണ്? പ്രസന്റ് ചെയ്തിട്ടില്ല ചെക്ക്, അത് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുവാണ് അല്ലെ. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ഇൻക്രീസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി അത് ചെക്ക് പ്രസന്റ് ചെയ്താൽ മാത്രമാണ് പേയ്മെന്റ് നമ്മുടെ ബാങ്കിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇത്രയും കുറഞ്ഞു വരും അല്ലെ. അപ്പം അത് സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവനെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ. അപ്പം ആഡ് ചെയ്യാൻ നേരം നമ്മൾ എഴുതും ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്ന് എഴുതും. അത് എത്ര രൂപയാണ്? 20,000 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം 54,000 പ്ലസ് 20,000 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 74,000 ആണ് ഇവിടെ വരുന്ന എമൗണ്ട്. ഇനി അടുത്ത നമ്മൾ നോക്കാം. അടുത്ത നമുക്ക് മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് മൈനസ് ചെയ്യാം. എന്തൊക്കെയാണ്? ആകെ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ബാങ്ക് ഇൻസിഡന്റൽ ചാർജസ്. ബാങ്ക് ഇൻസിഡന്റൽ ചാർജസ് 100 rupees ആണ്. അപ്പൊ ഈ 100 നമ്മൾ ഇവിടെ അകത്ത് എഴുതി ഇന്നർ കോളത്തിലോട്ട്. ഇനി അടുത്ത എന്താ മൈനസ് ചെയ്യാനുള്ളത്? അതാണ് ചെക്ക് ഫോർ 5,400 ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഷോർട്ട് കട്ട് ആക്കി എഴുതിയാൽ മതി കേട്ടോ. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്ടഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതുക. നോട്ട് യെറ്റ് കളക്ടഡ്. എത്ര റുപ്പീസ് ആണത്? 5,400 ആണ്. അപ്പൊ 5,400 പ്ലസ് 100 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 5,500. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ എത്ര എമൗണ്ട് കിട്ടുക? അതാണ് 68,500. അപ്പൊ നമുക്ക് വേറെ ഒരു പേനയും കൊണ്ടൊക്കെ എഴുതിയേക്കാം 68,500. അപ്പൊ ഈ 68,500 എന്ന് പറയുന്ന എമൗണ്ട് ആണ് നമ്മുടെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇതാണ് നമ്മുടെ ബാങ്കിങ് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഫേവറബിൾ ബാലൻസസ് വരുമ്പോൾ ചെയ്യേണ്ട ഓരോ സ്റ്റെപ്സ്. അപ്പൊ ഇതിൽ നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ലെസ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി എല്ലാം തന്നെ നമുക്ക് ഈസി വർക്കാണ്. ഇനി അടുത്താണ് നമ്മൾ നോക്കേണ്ടത് ഡീലിംഗ് വിത്ത് ഓവർ ഡ്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ഡീലിംഗ് വിത്ത് അൺഫേവറബിൾ ബാലൻസസ്. ബിക്കോസ് നമുക്കറിയാം അൺഫേവറബിൾ ബാലൻസസ് എന്ന് പറയുന്ന സാധനം എന്താണ്, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്.
ഒന്നാമത് നമ്മുടെ ഡെപ്പോസിറ്റ്സും പിന്നെ നമ്മുടെ വിഡ്രോവൽസും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുവാണെങ്കിലോ, അല്ലെ, നമ്മളൊരു 10,000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു 15,000 റുപ്പീസ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അവിടെ വല്ല മെച്ചമുണ്ടോ, ബാലൻസ് ഉണ്ടോ? ഇല്ല, അത് നഷ്ടമാണ്, അല്ലെ. അപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ലിമിറ്റ് ഉണ്ട്, അല്ലെ. നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000 റുപ്പീസ് ഉണ്ടെങ്കിൽ അവിടെ വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ സാധാരണക്കാർ. പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വിഡ്രോവൽസ് മോർ ദാൻ ഡെപ്പോസിറ്റ്സ് ആവുന്ന സിറ്റുവേഷൻ ആണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കാണാം. അതായത് ഇവിടെ നമുക്ക് ഇലസ്ട്രേഷൻ നമ്പർ 4 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം. ഓൺ മാർച്ച് 31st 2017 രാകേഷ് ഹാഡ് ആൻ ഓവർ ഡ്രാഫ്റ്റ് ഓഫ് 8,000 as shown by his cash book. അപ്പം രാകേഷ് എന്ന് പറയുന്ന ആൾക്ക് എന്താണ്, ആകെ പ്രശ്നമാണ്. പുള്ളിയുടെ അടുത്ത് കയ്യിൽ പൈസ ഇല്ല എന്ന് മാത്രമല്ല എക്സ്ട്രാ ഒരു 8,000 ഒരു കടത്തിലും കൂടിയാണ് ആൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് കൂടി ഇതിനൊപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് രാകേഷ് ആസ് ഓൺ 31st March 2017. അപ്പൊ ഇതാണ് ഹെഡിങ്. ഇനി അടുത്ത നമുക്ക് വരയ്ക്കാം നമ്മുടെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ ഡേറ്റ് കോളം, നെക്സ്റ്റ് പെർട്ടിക്കുലേഴ്സ്, മൂന്നാമത്തത് എമൗണ്ട് കോളം. ഇത് തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇവിടെ വായിച്ച് നോക്കി അറിയാൻ പറ്റും എന്താ നമ്മളിവിടെ സംഭവിച്ചിരിക്കുന്നത്. ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ഓവർ ഡ്രാഫ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ. അപ്പൊ നമുക്കൊരു എന്താണ് നെഗറ്റീവ് എമൗണ്ട് ആണ് മനസ്സിലാക്കുക. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ചെക്സ് അമൗണ്ടിംഗ് ടു 2,000 ഹാഡ് ബീൻ പെയ്ഡ് ഇൻ ബൈ ഹിം ബട്ട് വർ നോട്ട് കളക്ടഡ് ബൈ ദ ബാങ്ക്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെക്ക് പേ ചെയ്തിരിക്കുകയാണ്, അല്ലെ. ചെക്ക് പേ ചെയ്തു, പക്ഷെ അത് ബാങ്ക് കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ക്യാഷ് ബുക്ക് അവിടെ ഇൻഫ്ലേറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ചെക്ക് പേ ചെയ്യുമ്പോഴേ നമ്മൾ ക്യാഷ് ബുക്കിൽ നോട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്കിൽ മാത്രമേ കുറച്ചൊരു എമൗണ്ടേ കാണിക്കുള്ളൂ. പക്ഷെ ബാങ്കിൽ എന്താണ്, ബാങ്കിൽ ആ ഒരു എമൗണ്ട് അവിടെ റിഫ്ലക്ട് ചെയ്യാത്തതുകൊണ്ട് ബാങ്കിന്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ താഴ്ന്നിരിക്കും. ഓക്കെ, സോ അപ്പൊ ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ക്യാഷ് ബുക്ക് ഇൻക്രീസ്ഡ് ആയിട്ടും ബാങ്ക് ബുക്ക് കുറച്ചായിട്ടായിരിക്കും കാണിക്കുക. അപ്പൊ നമ്മൾ ഇത് എന്താ ഈ ഐറ്റത്തിൽ ഡീൽ ചെയ്യേണ്ടത്, ഇവരെ നമുക്ക് മൈനസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഹി ഇഷ്യൂഡ് ചെക്ക് ഫോർ 800 which were not presented to the bank for payment. അപ്പൊ നമ്മൾ അടുത്ത സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അയാൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, അതായത് ഇയാൾക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ള പേ ചെയ്യാനുള്ള ഒരു ചെക്കാണ്. അപ്പൊ നമ്മൾ ചെക്ക് പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത്ര കണ്ട് കുറച്ച് കാണിക്കും ക്യാഷ് ബുക്കിൽ, അല്ലെ. പക്ഷേ ബാങ്കിലോട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ കൊടുത്താലല്ലേ നമുക്ക് അതിനുള്ള ഒരു പേയ്മെന്റ് അതിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുള്ളൂ. അതെ, അപ്പൊ അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് ബുക്ക് ഇൻക്രീസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഐറ്റത്തിന് നമ്മൾ ആഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, there was a debit in his passbook for ₹60 for interest. ഇനി ഇയാളുടെ പാസ്ബുക്കിൽ, ഓക്കെ, ഇത് സിറ്റുവേഷൻ നമ്പർ 1, സിറ്റുവേഷൻ നമ്പർ 2, സിറ്റുവേഷൻ നമ്പർ 3 ആണ് കേട്ടോ. ഇനി ഇയാളുടെ പാസ്ബുക്കിൽ എന്ത് ചെയ്യുന്നു, ബാങ്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് എത്ര ഉണ്ടായിരുന്നു, നമ്മുടെ ഇത്രയും ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അതിന് പകരം ബാങ്കുകാർ എന്ത് ചെയ്യുന്നു, കുറച്ച് ചാർജസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അതായത് ബാങ്കിന്റെ ചാർജസ് ഇനത്തിൽ ബാങ്കുകാർ ഇത്രയും ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് ചാർജസ് ഇനത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും റിഡ്യൂസ് ആയി നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇത്ര കണ്ട് കുറഞ്ഞു. പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ അറിയുന്നുണ്ടോ, ഇല്ല. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്ക് ഇപ്പോഴും മുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് കുറഞ്ഞു, ക്യാഷ് ബുക്ക് ഇൻക്രീസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ക്യാഷ് ബുക്ക് മുന്നിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവർ നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഇതുപോലെ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ യാതൊരു കൺഫ്യൂഷൻ ഉണ്ടായാലും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്താണ് 100 റുപ്പീസ് ബാങ്ക് ചാർജസ് ആയിട്ട് ബാങ്ക് പിടിച്ചു. അപ്പൊ ഇവിടെയും സെയിം സിറ്റുവേഷൻ, അതായത് ബാങ്ക് പിടിച്ച ചാർജസ് ഒക്കെ ബാങ്കിനെ അറിയുള്ളൂ, അല്ലെ. അപ്പൊ നമ്മുടെ നേരത്തെ ഇത്രയും ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ട്, ജസ്റ്റ് സെയിം ആയിട്ടുള്ള ലൈൻ വരയ്ക്കാം. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു. പക്ഷേ ഇതിന് ചാർജസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് താഴ്ത്തോട്ട് പോകും. നമ്മൾ പക്ഷേ ഇത് അറിയുന്നില്ല, ക്യാഷ് ബുക്കിൽ നമ്മൾ ഇത് കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്യാഷ് ബുക്ക് ഇൻക്രീസ്ഡ് ആയിട്ട് കാണിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്ത് സംഭവിക്കും, നമ്മുടെ ക്യാഷ് ബുക്ക് ഇൻഫ്ലേറ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എക്സ്പെൻസിനെ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ മനസ്സിൽ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എന്ത് എഴുതും, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇതുവരെ നമ്മൾ ബാലൻസ് ആണ് എഴുതിയെന്ന് ഓർക്കുക. ഇത് ബാലൻസ് അല്ല, മൈനസ് ബാലൻസ് ആണെന്ന് ഓർക്കുക. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ 8,000 മൈനസിൽ കാണിക്കുക, ഓർ ബ്രാക്കറ്റിൽ കാണിക്കാം. ഇനി ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യേണ്ട ഐറ്റംസിനെ എഴുതുക. ആഡ് ചെയ്യേണ്ട ഐറ്റം എന്തായിരുന്നു, സെക്കൻഡ് സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്, അല്ലെ. ആഡ് ചെയ്യേണ്ടത് അതായിരുന്നു നമ്മുടെ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഈ പറയുന്ന സംഗതി, അതായത് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷേ അത് പ്രസന്റ് ചെയ്യാൻ ബാങ്കിലോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഇനി ബാക്കി എല്ലാം ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് ആണെന്ന് വിചാരിക്കും, ആലോചിക്കുക, എന്നിട്ട് എഴുതുക. ബാക്കി എല്ലാ ചാർജസും, ഫസ്റ്റ് സിറ്റുവേഷൻ, സെക്കൻഡ്, പിന്നെ നാലാമത്തത്, ഇതെല്ലാം ഇതിനകത്ത് വരും. എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് എഴുതിയേക്കാം നമുക്ക്. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് 60. പിന്നെ സോറി വേറെ കാര്യമുണ്ട്, നമുക്ക് ഇത് ഇന്റേണൽ കോളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു മെത്തേഡ് വഴിയാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇത് ഇന്റേണൽ കോളത്തിൽ എഴുതായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഓക്കെ, 2000 പിന്നെ 60 പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ നമ്മുടെ ബാങ്കിന്റെ ചാർജസ്. ഓക്കെ, ബാങ്ക് ചാർജസ് ₹100. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക. എത്ര വരും, അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 2160. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഈ 8,000 ഓൾറെഡി നഷ്ടക്കച്ചവടമായിരുന്നു, അല്ലെ. അപ്പൊ 8,000 ഒപ്പം നമ്മളൊരു 800 അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് മനസ്സിലായി. എന്നാൽ പോലും നമ്മുടെ കടങ്ങൾ അവിടെ തീരുന്നുണ്ടോ, ഇല്ല. അതിൽ നിന്ന് വീണ്ടും ഒരു 2160 മൈനസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആണ് 9360. ഇനി ഈ ബാലൻസ് എന്താണ്, ഇത് നെഗറ്റീവ് ബാലൻസ് ആണെന്ന് ഓർത്തോണം കേട്ടോ. നെഗറ്റീവ് ബാലൻസ് ആണ്, ഒന്നെങ്കിൽ മൈനസ് ഇടുക അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇടുക. ഇതാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്നും എഴുതാൻ പറ്റില്ല, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്ന് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ഈ ആഡ് ചെയ്ത് മൈനസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കടങ്ങൾ വീട്ടാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, ഇത് നമുക്കൊരു പോസിറ്റീവ് ഫിഗർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഓവർ ഡ്രാഫ്റ്റിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതിനെ ആഡ് ചെയ്യണം, ഏതിനെ മൈനസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇട്ടേക്കാം, സോൾവ് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. താങ്ക് യു.